മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു പുസ്തകം ഛത്രപതി ശിവജി എന്ന മാത്യൂസ് അവന്തി എഴുതിയ ഈ പുസ്തകം അവന്തി പബ്ലിക്കേഷൻസ് ഇറക്കിയതാണ്. ലണ്ടനിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ശിവജിയുടെ ഒറിജിനൽ ചിത്രം കവർ സ്റ്റോറിയാക്കി വെച്ച് എഴുതിയിരിക്കുന്ന ഈ പുസ്തകം, അതിലെ മാത്യു അവന്തി എന്ന വ്യക്തി ഇതിൻ്റെ രചയിതാവ്. ഈ പുസ്തകത്തെക്കുറിച്ച് ശിവജിയെക്കുറിച്ചും ഇങ്ങനെ പറയുന്നു: ശിവജി മറാത്തൻ കുന്നുകളിൽ ഏകനായി അലഞ്ഞു നടന്നിരുന്ന ബാല്യകാലത്ത് വിശാല ഭാരതം മുഴുവനും സുൽത്താൻമാരുടെ ഭരണത്തിലായിരുന്നു. 19-ാം വയസ്സിൽ ടോർണക്കോട്ട പിടിച്ചുകൊണ്ട് ആരംഭിച്ച പ്രയാണം 30 വർഷം തുടർച്ചയായി യുദ്ധം ചെയ്തു. മറാത്തൻ സാമ്രാജ്യം സ്ഥാപിച്ചു. ഭാരത സംസ്കാരത്തെയും ധർമ്മത്തെയും പുനഃസ്ഥാപിച്ചു. ഓരോ ഭാരതീയനും ശിവജിയോട് കടപ്പെട്ടിരിക്കുന്നു. മാത്യൂസ് അവന്തി. ഈ പുസ്തകത്തിന്റെ പുറകില് സ്വാമി വിവേകാനന്ദന്റെ ഒരു കൊട്ടേഷനുണ്ട്: സർവനാശത്തിന്റെ വക്കിൽ എത്തി നിന്ന ഭാരതീയ ധർമ്മത്തെയും സംസ്കാരത്തെയും ശിവജി വിമോചിപ്പിക്കുകയും പുതുജീവൻ കൊടുക്കുകയും ചെയ്തു. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിരിക്കുന്ന ഒരു വരിയുമുണ്ട്: വെളിച്ചം അസ്തമിക്കുന്ന ഏതോ സന്ധ്യയിൽ മറാത്തൻ മലകളെ പൊതിയുന്ന ഇരുണ്ട വനസ്ഥലികളുടെ വിഷാദത്തിൽ ലയിച്ചിരിക്കുമ്പോൾ അല്ലയോ രാജാവായ ശിവജി. അത്രയുമാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ വരികൾ. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ ഛത്രപതി ശിവജി എന്ന മാത്യു അവന്തിയുടെ പുസ്തകം ശരിക്ക് അവന്തി പബ്ലിക്കേഷൻസ്, പറമ്പിത്തറ ക്രോസ് റോഡ്, പനമ്പള്ളി നഗർ, എറണാകുളം. ഈ അഡ്രസ് ഡീറ്റെയില് ഞാൻ ഈ വിവരിച്ചതിൻ്റെ ചുവട്ടില് ഞാൻ നൽകുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ മഹാനായ ശിവജി എന്തായിരുന്നു, മഹാനായ അലക്സാണ്ടർ എന്തായിരുന്നു, മഹാനായ അക്ബർ എന്ന് 3 പേർക്ക് മഹാനായ എന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. ആ പേര് നമ്മളുടെ മനസ്സിൽ എന്ത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാക്കുന്നുവോ അത് ശിവജിയിൽ എന്തുണ്ടാക്കണമോ അത് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലുണ്ട്. ചെറിയൊരു പുസ്തകമാണ്. ആ പുസ്തകം വായിക്കുമ്പോൾ ഏതോ തരത്തിലുള്ളൊരു അനുഭൂതി, നമ്മൾ ശിവജിയുടെ കൂടെ നടക്കുകയാണെന്നൊരു തോന്നല്, നമ്മളത് കാണുന്നു. ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ സിനിമയ്ക്കകത്താണ് എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിലാണ് നമ്മൾ അസാധാരണമായിട്ട് തമാശ പറയുമ്പോൾ ചിരിക്കുകയും, സിനിമയിൽ കരച്ചിൽ വരുമ്പോൾ നമ്മൾ കരയുന്നതും, ചില പ്രഭാഷണ വിഷയങ്ങളിൽ വേദനിക്കത്തക്ക വിധത്തിലുള്ളത് പലതും കാണുമ്പോൾ, പറയുമ്പോൾ, വിവരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ചിന്തിപ്പിക്കുമ്പോൾ നമ്മൾക്ക് ആ വികാരമുണ്ടാവുന്നത് നമ്മൾ അതിൻ്റെ ഭാഗമാണ് എന്ന് അറിയുമ്പോഴാണ്. കേൾക്കുമ്പോഴും കാണുമ്പോഴും അറിയുമ്പോഴുമാണത്. ഈ ഒരു പുസ്തകം ശരിക്ക് അത്യത്ഭുതകരമാം വിധത്തിൽ മനുഷ്യ മനസ്സിനെ അടിയുറച്ച് സ്വാധീനിക്കുന്നു. ഓരോ വാക്കും. ഒരിക്കലും ഒരു പ്രത്യേക പുസ്തകത്തെക്കുറിച്ച് ഞാനിങ്ങനെ പറയാറില്ല. പറഞ്ഞിട്ടുണ്ട് ബ്രയൻ എൽ വൈസിന്റെ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്, മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിലെ പുനർജന്മം എന്ന എൻ്റെ വിഷയം വിവരിക്കുമ്പോൾ, പക്ഷേ ശിവജിയുടെ ഈ പുസ്തകം
ശിവജിയെക്കുറിച്ചുള്ള ഈ പുസ്തകം, മാത്യു സവന്തി എഴുതിയ പുസ്തകം, അതൊരു ജന്മസാഫല്യമായിരിക്കും. വായിക്കുകയാണെങ്കിൽ ഭാരതം മഹാനായ ശിവജിയോട് എത്ര കടപ്പെട്ടിരിക്കുന്നു എന്നും ഭാരതത്തിലെ സ്വതന്ത്ര ഭാരതത്തിലെ ഭരണാധികാരികൾ ശിവജിയെ എത്രത്തോളം തഴഞ്ഞു എന്നും, ഒരുപക്ഷെ ശിവജി ഇല്ലെങ്കിൽ ഭാരതത്തിലൊരു വലിയ ഭാഗം പാകിസ്ഥാനോ ബംഗ്ലാദേശോ അഫ്ഗാനിസ്ഥാനോ പോലെ 100% മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു രാജ്യമായി മാറുമായിരുന്നു എന്നും, നമ്മളും അതിലെവിടേക്കോ ആരൊക്കെയോ ആയി ജീവിക്കുമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പുസ്തകം വായിക്കുമ്പോൾ. ഒരു വിഷയത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയല്ല ഞാൻ ഈ പുസ്തകത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മറിച്ച് ആ പുസ്തകത്തിൻ്റെ കണ്ടന്റ് ഹൃദയസ്പർശിയും കുറേയൊക്കെ ഹൃദയഭേദകവുമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പുസ്തകത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രണാമം, നമസ്കാരം.